ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലീൻലി. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12/6/2025 RRB നടത്തിയ ഗ്രാജുവേറ്റ് ലെവൽ NTPC പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. ശേഖർ കപൂർ റിസീവ്ഡ് ദ പത്മഭൂഷൺ ഇൻ 2025 ഫോർ ഹിസ് വർക്ക് ഇൻ വിച്ച് ഫീൽഡ്? ഏത് ഫീൽഡിലാണ് ശേഖർ കപൂറിന് പത്മഭൂഷൺ 2025 കിട്ടിയത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ ആർട്ടാണ്. ആർട്ട് ഫീൽഡിലാണ് ശേഖർ കപൂറിന് പത്മഭൂഷൺ കിട്ടുന്നത്. നമുക്ക് 2026 പത്മ അവാർഡ് വിന്നേഴ്സിനെ ഒന്ന് നോക്കാം. പത്മവിഭൂഷൺ കിട്ടിയ ആൾക്കാരാണ്. ഓക്കെ, ശ്രീ KT തോമസ് കേരളത്തിൽ നിന്നാണ്, പബ്ലിക് അഫയേഴ്സിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സിന് കേരളത്തിൽ നിന്ന് കിട്ടി. VS അച്യുതാനന്ദന് പോസ്റ്റ്മസ്, അതായത് മരണത്തിന് ശേഷമാണ് പത്മവിഭൂഷൺ കിട്ടുന്നത്. ദെൻ ശ്രീ P നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ അഗെയിൻ ഫ്രം കേരള. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അതും പോസ്റ്റ്മസ് ആണ്, ആർട്ട് ഫീൽഡിൽ. ഓക്കെ, ഫിലിമിലാണ്, ഫിലിം ആക്ടറാണ്, മഹാരാഷ്ട്രയിൽ നിന്നാണ് കിട്ടിയത്. ദെൻ മിസ് N രാജം, ഓക്കെ, ആർട്ടിൽ നിന്നാണ് കിട്ടിയത്, ഉത്തർപ്രദേശിലുള്ള ആളാണ്. ഇനി പത്മഭൂഷൺ ആർക്കൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ശ്രീ മമ്മൂട്ടി ആർട്ടാണ് ഫീൽഡ്, കേരളത്തിൽ നിന്നാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പബ്ലിക് അഫയേഴ്സ് ആണ് ഫീൽഡ്, കേരളത്തിൽ നിന്നാണ്. മിസ് അൽക്ക യഗ്നിക്ക് ആർട്ടാണ് ഫീൽഡ്, മഹാരാഷ്ട്രയിൽ നിന്നാണ്. ശ്രീ ഉദയ് കൊട്ടക്ക് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആണ്, മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇനി ശ്രീ വിജയ് അമൃതരാജ് സ്പോർട്സിൽ നിന്നുള്ള ആളാണ്, US നിന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി പത്മശ്രീ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. ശ്രീ AE മുതുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് കിട്ടിയത്, കേരളത്തിൽ നിന്നാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ലിക്വിഡ് പ്രൊപ്പൾഷൻ്റെ ISROയുടെ ലിക്വിഡ് പ്രൊപ്പൾഷൻ്റെ എന്താണ് ടെക്നോളജിയുടെ മെയിൻ ആളാണ്, ഐ മീൻ ചെയർമാനൊക്കെയാണ്. മിസ് കലാമണ്ഡലം വിമല മേനോൻ ആർട്ടാണ് ഫീൽഡ്, കേരളത്തിൽ നിന്നാണ് കിട്ടിയത്. ശ്രീ രോഹിത് ശർമ്മ സ്പോർട്സ്, മഹാരാഷ്ട്ര നമുക്കറിയാം. മിസ് ഹർമൻപ്രീത് കൗർ ബുല്ലർ എഗെയിൻ ക്രിക്കറ്റ് ആണ്, സ്പോർട്സ് ആണ്, പഞ്ചാബിൽ നിന്നാണ് കിട്ടിയത്. ദെൻ ശ്രീ K വിജയകുമാർ സിവിൽ സർവീസ് ആണ്, തമിഴ്നാടാണ്. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റ്മസ് ആയിട്ട് കിട്ടിയത്, അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പോസ്റ്റ്മസ് ആയിട്ട് കിട്ടുന്നത് അതായത് ധർമ്മേന്ദ്ര ഫിലിമിൽ നിന്ന് കിട്ടിയ ധർമ്മേന്ദ്ര, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സ്, രണ്ടുപേർക്കും പത്മ അവാർഡ് കിട്ടിയത് പോസ്റ്റ്മസിലാണ്. ടോട്ടൽ 131 പേർക്കാണ് പത്മ അവാർഡ് ഇത്തവണ കിട്ടിയത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ ആൻഡ് 113 പത്മശ്രീ. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ 71st നാഷണൽ ഫിലിം അവാർഡ്സ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് മോഹൻലാലിനാണ്, ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ ടു സിനിമയ്ക്കാണ് കിട്ടിയത്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ ഡയറക്റ്റഡ് ബൈ വിധു വിനോദ് ചോപ്ര. ബെസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാനും വിക്രന്ത് മാസയാണ്. ഷാറുഖ് ഖാന് ജവാനാണ് കിട്ടിയത്, വിക്രന്ത് മാസെ 12th ഫെയിൽ അഭിനയിച്ചാണ് കിട്ടിയത്. ഇനി ബെസ്റ്റ് ആക്ട്രസ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ റാണി മുഖർജിയാണ്, മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന മൂവിക്കാണ് കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ സുദീപ്തോ സെൻ ആണ്, ദ കേരള സ്റ്റോറിക്കാണ് കിട്ടിയത്. വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് വെയർ മെയിൻലി യൂസ്ഡ് ബൈ ദ ഹാരപ്പൻസ്? ഹാരപ്പൻസ് യൂസ് ചെയ്ത് വന്നിരുന്ന ടൂൾസ് ഏത് ടൈപ്പാണെന്ന്. ഓക്കെ, നമുക്ക് ഹാരപ്പൻ ഏജ് എന്ന് പറയുന്നത് ബ്രോൺസ് ഏജ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാൻ ബുദ്ധിമുട്ടില്ല. ബ്രോൺസ് ഏജിൽ ബ്രോൺസ് ടൂൾസ് ആണ് ഹാരപ്പൻസ് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വുഡൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിനായിട്ടും ബ്രോൺസ് ടൂൾസ് ആണ്. അന്നൊന്നും അയൺ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കവർ ചെയ്തിട്ടില്ല. അയണൊക്കെ 10,000 BC ആ ഒരു ടൈമിലൊക്കെയാണ്, 14,000 BC ആ ഒരു ടൈമിലാണ് അയണൊക്കെ ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ലിത്തിക് പീരീഡ് നോക്കുകയാണെങ്കിൽ ലോവർ പാലിയോലിത്തിക് പീരീഡിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആണ് ലോവർ പാലിയോലിത്തിക്. കോർ ടൂളുകളാണ് ഉപയോഗിച്ചിരുന്നത്, അതായത് ലാർജ് ആണ്, ഹെവി സ്റ്റോൺസ് ആണ്, അതുപോലെ റഫ് എഡ്ജ് ആണ്. ഇതിനൊക്കെ എക്സാമ്പിളാണ് ഹാൻഡ് ആക്സസ്, ചോപ്പേഴ്സ്, ക്ലീവേഴ്സ്. ഇത് ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട്, ചോപ്പേഴ്സ് ഏത് ഏജിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ ഹാൻഡ് ആക്സസ്, ചോപ്പേഴ്സ്, ക്ലീവേഴ്സ്. ഇനി മിഡിൽ പാലിയോലിത്തിക് എടുക്കുകയാണെങ്കിൽ ഫ്ലേക്ക് ടൂൾസ് ആണ്, അതായത് നല്ല കനം കുറഞ്ഞ ബ്ലേഡ് പോലെ ഇരിക്കുന്നതൊക്കെ ടൂളാണ്. അത്രയും ബ്ലേഡ് പോലെ അത്രയും കനം കുറഞ്ഞിട്ടില്ല, പക്ഷേ തിന്നറാണ്, തിന്നർ പീസസ് ഓഫ് ഫ്ലേക്സ് ആണ്. ദെൻ സ്മാളർ ആണ്. എക്സാമ്പിളാണ് സ്ക്രേപ്പേഴ്സ്, ബോറേഴ്സ്, പോയിന്റ്സ് ഒക്കെ. ഇനി അപ്പർ പാലിയോലിത്തിക് പീരീഡിലാണ് ബ്ലേഡും ബോണും ഒക്കെ വന്നിട്ടുള്ളത്, അതായത് ലോങ് ആയിരിക്കും അവിടുത്തെ ആ കാലഘട്ടത്തിലെ ടൂളുകൾ ലോങ് നാരോ പാലസ് സ്ലൈഡഡ് ബ്ലേഡുകളാണ്. ബുറിൻസ്, അതുപോലെ തന്നെ ഫിഷിംഗ് ഹാർപൂൺസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഫിഷിംഗ് ഹാർപൂൺസ് ബോൺ വെച്ചാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി മീസോലിത്തിക് പീരീഡ് എടുക്കുകയാണെങ്കിൽ മൈക്രോലിത്തുകളാണ്, അങ്ങനെ പഠിച്ചാൽ മതി. മീസോലിത്തിക്കിൽ മൈക്രോലിത്തുകൾ എന്ന് വെച്ചാൽ ചെറിയ കല്ലുകൾ, 1 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ മാത്രം സൈസുള്ള ചെറിയ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ആരോ ഹെഡ്സ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സിക്കിൾസ് ഉണ്ടാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി നിയോലിത്തിക് പീരീഡ് എടുക്കുകയാണെങ്കിൽ പോളിഷ്ഡ് സ്റ്റോൺ ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത നല്ല സ്മൂത്ത് ഷാർപ്പ് അടിച്ചുള്ള സ്റ്റോണുകളാണ് നിയോലിത്തിക് പീരീഡിൽ ഉപയോഗിച്ചിരുന്നത്.
അതിന് എക്സാമ്പിളാണ് സെൽസിന് മുമ്പ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. പോളിഷ്ഡ് ആക്സസിനെ നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്സസ്, പൗണ്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ബ്രോൺസ് ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആ ഒരു ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്തു, അവർ മെറ്റലർജിയിൽ വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു. മാസ്റ്റേഴ്സ് ഓഫ് മെറ്റലർജിയാണ്. പക്ഷേ സ്റ്റോൺ കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്തില്ല, അബാൻഡൻ ചെയ്തതുമില്ല. അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കോപ്പർ, ബ്രോൺസ് എന്ന് വെച്ചാൽ കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടുള്ള അലോയാണ്. ദെൻ ചേർട്ട് എന്ന് പറയുന്ന സ്റ്റോൺ ആണ്. ദെൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അഗെയിൻ സോഫ്റ്റ് സ്റ്റോൺ അല്ലെങ്കിൽ സോപ്പ് സ്റ്റോൺ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കട്ടി കുറഞ്ഞ സ്റ്റോണുകളാണ്. ദെൻ ഫ്ലാറ്റ് ആക്സസും ചിസൽസ് യൂസ് ചെയ്തിട്ടുണ്ട് വുഡ് വർക്കിങ്ങിനും കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട്. ചേർട്ട് ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചേർട്ട് ബ്ലേഡുകളൊക്കെ, നൈഫ്സ് ഒക്കെ. ഓക്കെ. ദെൻ അഗ്രികൾച്ചർ ടൂൾസ് എടുക്കുകയാണെങ്കിൽ ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലോ നമ്മുടെ ബനുവാലിയിൽ നിന്നും ചൊളിസ്ഥാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വുഡൻ പ്ലോവും കിട്ടിയിട്ടുണ്ട് കാലിബംഗലിൽ നിന്ന്. ഇനി സാഡൽ ക്യുറിൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്ലാബ്സ് ആണ്. സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ലാർജ് സ്ലാബുകളെയാണ് എന്തെന്ന് പറയുന്നത്, സാഡിൽ ക്യുറൻസ് എന്ന് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രെയിനൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കറി സ്റ്റോൺ എന്ന് പറയും. കറി സ്റ്റോൺ ഓഫ് ഏൻഷ്യൻ ഇന്ത്യയാണ് സാഡിൽ ക്യുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മാവൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി അയൺ ഏജ് എന്ന് പറഞ്ഞാൽ മെഗാലിത്തിക് ആണ്. ഓക്കെ. 1000 BC ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഗാലിത്തിക് ആൻഡ് വേദിക് രണ്ട് പീരീഡും കൂടെ ചേർന്ന് നടക്കുന്നതാണ്. ഓക്കെ. 1000 BC ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്കവറി ആയി കിട്ടിയിട്ടുള്ളത് തമിഴ്നാട് അതുപോലെ ഉത്തർപ്രദേശ് റീജിയനിലൊക്കെയാണ്. ഓക്കെ. അയൺ 1000 BC ഇൻട്രൊഡ്യൂസ് ആയതോടുകൂടി തന്നെ അഗ്രികൾച്ചറിലും വാർഫെയറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റെവല്യൂഷൻ വന്നു. നമ്മുടെ കേരള ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദിത്യ നെല്ലൂർന്നും കുന്നുകര എന്നൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, അൺസ് എന്ന് വെച്ചാൽ വലിയ കുടങ്ങളിൽ ബറിയൽസ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെ അടക്കിയിരിക്കുന്ന ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് മെഗാലിത്തിക്കാണ് അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് വലിപ്പമുള്ള കാര്യങ്ങളാണ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. ടൂൾസ് നോക്കുകയാണെങ്കിൽ സിക്കിൾസ്, ഹോയ്സ്, അതുപോലെ തന്നെ ലോങ് സോഡുകൾ യൂസ് ചെയ്യുന്നു. ട്രൈഡൻസ്, നമ്മുടെ മറ്റേ 3 ഇതുള്ള കുന്തം അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഹോഴ്സ് ബിറ്റ്സുകളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു, അയണൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തിരുന്നു. ഇനി വെദിക് ആൻഡ് മഹാജനപദ ടൂളുകൾ നോക്കുകയാണെങ്കിൽ അയൺ പ്ലോഷെയറുകൾ, അതായത് മറ്റേ നിലം ഉഴുകുന്ന ആ ഒരു പ്ലോഷെയർ, ആ ഭാഗം അയൺ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വേദിക്കിലെ മഹാജനപദ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സെക്കൻഡ് അർബനൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു അയണിൻ്റെ ഡിസ്കവറി കാരണം ഗാങ്ജക്റ്റി പ്ലെയിനിലുള്ള തിക്ക് ഫോറസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യപ്പെടുന്നത്. വെപ്പൺസ് അവർ യൂസ് ചെയ്യുന്ന ഡാഗേഴ്സ്, സ്പിയേഴ്സ് ആൻഡ് അയൺ ടിപ്പുള്ള ആരോസ്. നമ്മൾ ഇവിടെ പഠിച്ചത് നമ്മുടെ മീസോലിത്തിക് പീരീഡിൽ മൈക്രോലിത്തിൽ ആരോ ഹെഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്റ്റോൺ വെച്ചുണ്ടാക്കിയതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, അയൺ ടിപ്പ്ഡ് ആരോസ് ആണ്. ഇനി നമ്മൾ പോട്ടറിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോട്ടറി നോക്കാം. നിയോലിത്തിക് പീരീഡിൽ ഹാൻഡ് മെയ്ഡ് പോട്ടറിയാണ് ഉപയോഗിച്ചിരുന്നത്. അത് അത്ര ഫിനിഷിംഗ് ഒന്നും ഉള്ളതല്ല, റഫാണ്. പിന്നെ വളരെ ക്രൂഡായിട്ടുള്ള ഇതാണ്. അതുപോലെ ഫൂട്ട് വീല് ഇതൊക്കെ പിന്നീടാണ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഇതൊക്കെ വളരെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടാണ്, ഹാൻഡ് മെയ്ഡ് പോട്ടറിയാണ് നിയോലിത്തിക്കിൽ. ഇനി ഹാരപ്പൻ അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എടുക്കുകയാണെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ ആണ്. അത് അത്യാവശ്യം ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡുള്ള പോട്ടുകളാണ്. മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. റെഡ് സ്ലിപ്പ് അതുപോലെ ബ്ലാക്ക് ഡിസൈൻസ് ഒക്കെയാണ്, റെഡ് സ്ലിപ്പിൽ ബ്ലാക്ക് ഡിസൈൻസ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ലീവ്സും ഫിഷ് സ്കെയിൽസും ഇന്റർസെക്റ്റിംഗ് സർക്കിളുകളൊക്കെ അവരുടെ ഡിസൈൻസ് ആണ്. ഓക്കെ. പീപ്പിൾ ലീവ്സും ഫിഷ് സ്കെയിൽസ് ഒക്കെ അതിലെ ഡിസൈൻസ് ആണ്. ഇനി ചാൽക്കോലിത്തിക് ഏജ് നോക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, BRW എന്ന് പറയും. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ആണ്. അതായത് അകത്ത് ബ്ലാക്കും പുറത്ത് റെഡുമാണ്. അകത്ത് മാത്രം ഇൻവേർട്ടഡ് ഫയറിങ് ചെയ്യും. അകത്ത് തീ കത്തിക്കും, പുറത്ത് തീ കത്തിക്കത്തില്ല. അങ്ങനെ അകം കറുത്തിരിക്കും, പുറം റെഡ് കളറിലിരിക്കും. ഓക്കെ. ഇതൊക്കെ അതിൻ്റെ കുറച്ച് റീജിയണൽ സ്റ്റൈലുകളാണ്. ആഹാർ, മൽവ, ജോർമ എന്നൊക്കെ പറയുന്നത്. ഇനി ഏർലി അയണേജ് എടുക്കുകയാണെങ്കിൽ ഓക്രേ കളേർഡ് പോട്ടറിയാണ്, OCP എന്ന് പറയും. ഓക്രേ കളേർഡ് പോട്ടറി എന്ന് പറയുന്നത് ഓറഞ്ച് റെഡ് കളർ. നമ്മൾ സാധാരണ കുടത്തിന് നമുക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കളറാണ്, ഓറഞ്ച് റെഡ് കളറാണ്. അതുപോലെ നമ്മൾ അതിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഡസ്റ്റ് പറ്റും, ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോപ്പർ ഹോട്ട്സുകൾ, കോപ്പർ കൊണ്ടുണ്ടാക്കിയ പെട്ടികളും ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ലേറ്റർ വേദിക് പീരീഡ് എടുക്കുകയാണെങ്കിൽ പെയിൻറ്റഡ് ഗ്രേ വെയർ ആണ്, PGW എന്ന് പറയും. അത് കുറച്ചും കൂടി ഡ്യൂലക്സ് വെയറുകളാണ്, ഫയനാണ്, അതുപോലെ തന്നെ തിന്നാണ്. ഗ്രേ ഫാബ്രിക് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ജിയോമെട്രിക് പാറ്റേൺസും ഡോട്ട്സും ലൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ചുകൂടി ആഡംബരമായിട്ടുള്ള പോട്ടറയാണ് ലേറ്റർ വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നത്. ഇനി മൗര്യൻ എറ അല്ലെങ്കിൽ സെക്കൻഡ് അർബനൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു മഹാജനപദയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ ആണ് ഉപയോഗിച്ചിരുന്നത്, NBPW എന്ന് പറയുന്നത്. അത് ഭയങ്കര അധികം മിനുങ്ങുന്ന ലസ്ട്രസ് ആയിട്ടുള്ള മെറ്റാലിക് ഫിനിഷുള്ള കോൾ ബ്ലാക്കും സ്റ്റീൽ ബ്ലൂ ഒക്കെ കളറിൽ നല്ല അത്രയ്ക്ക് ഫിനിഷിംഗ് ഉള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള പോട്ടറിയാണ്
ചെയ്തിരുന്നത്. ഓക്കെ, വേർ വാസ് ദ 14th എഡിഷൻ ഓഫ് ഇന്ത്യ റഷ്യ ബയലാട്രൽ നേവൽ എക്സസൈസ് ഇന്ദിര 2025 കണ്ടക്റ്റഡ്? ഇന്ത്യ റഷ്യ ബയലാട്രൽ നേവൽ എക്സസൈസ് ആയിട്ടുള്ള ഇന്ദിര 2025ൻ്റെ 14th എഡിഷൻ എവിടെ വെച്ചാണ് നടന്നതെന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ചെന്നൈയാണ്. ചെന്നൈയിൽ വെച്ചാണ് നടന്നത്. നമുക്ക് ഈ ഇടയ്ക്ക് ഇപ്പം നിലവിൽ കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കാം. 13th എഡിഷൻ ഓഫ് മിലൻ 2026 നടന്നിട്ടുണ്ടായിരുന്നു. 70 അധികം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്ന നേവൽ എക്സസൈസ് ആണ്. വിശാഖപട്ടണം കോസ്റ്റിൽ വെച്ചാണ് മിലൻ നടക്കുന്നത്. ഇവിടെ നിന്ന് INS വിക്രാന്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനി ലമൈറ്റി 2026 ആണെങ്കിൽ ഇന്ത്യയും സെയ്ച്ചൽസും തമ്മിലുള്ള ബയലാട്രൽ എക്സസൈസ് ആണ്. ആർമിയുമാണ് നേവിയുമാണ് പങ്കെടുത്തിട്ടുള്ളത്. എന്താണ്, സെയ്ച്ചൽസിൻ്റെ ഡിഫൻസ് അക്കാഡമിയിൽ വെച്ച് നടന്നു. അവിടെ എന്താണ് കൗണ്ടർ ഇൻസർജൻസി അതുപോലെ മാരിടൈം സെക്യൂരിറ്റി ഒക്കെ ആയിരുന്നു മെയിനായിട്ടും ഇവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഇനി വായുശക്തി 2026 എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഇവിടുത്തെ ഒരു എന്താണ് എക്സസൈസ് ആണ്. എയർഫോഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. രാജസ്ഥാനിലെ പൊഖ്രാനിൽ വെച്ച് നടന്നു. 120-ലധികം നമ്മുടെ മിലിറ്ററി അസറ്റുകൾ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഫയർ പവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡിജിനസ് വെപ്പൺസ് ഷോക്കേസ് ചെയ്തു. റാഫേലും തേജസിൻ്റെയൊക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഡെസേർട്ട് നൈറ്റ് 2026 എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും UAE 3 രാജ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ട്രൈലാറ്ററൽ കോമ്പാറ്റ് എക്സസൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എയർഫോഴ്സ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സുഖോയ് M30 MK ഉണ്ടായിരുന്നു. ദെൻ റാഫേൽ ഫ്രാൻസിൻ്റെ സൈഡിൽ നിന്ന് F-16 എയർക്രാഫ്റ്റ് UAEയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. 8th അജയ വാരിയർ 2025 എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും UK തമ്മിലുള്ള എക്സസൈസ് ആണ്. ബയലാറ്ററലാണ്, ആർമിയാണ്. ഓക്കെ, ഈ അജയ വാരിയർ ഇന്ത്യ UK തമ്മിലുള്ള ആർമി. അതുപോലെ തന്നെ കൊങ്കൺ 2025 ഇന്ത്യ UK തമ്മിലുള്ള നേവിയാണ്. ഇനി അജയ വാരിയർ രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. സെമി അർബൻ എൻവയോൺമെൻറ്റിലെ ആർമിയുടെ ഒരു ഇൻ്റർഓപ്പറബിലിറ്റി ഒക്കെയാണ് അതിൽ നോക്കിയത്. കൊങ്കൺ ആണെങ്കിൽ അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് നടന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാരിടൈം ഡ്രിൽസും കോർഡിനേഷനും ഒക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. ദെൻ 29th മലബാർ എക്സസൈസ് ക്വാഡ് കൺട്രികൾ ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയയാണ്. നേവൽ എക്സസൈസ് ആണ്. നോർത്തേൺ പസഫിക്കിലെ ഗുവാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ടും പസഫിക്കിലെ ഒരു മാരിടൈം സെക്യൂരിറ്റി കോർഡിനേഷൻ അതുപോലെ തന്നെ വാർ ഫൈറ്റിംഗ് ട്രെയിനിങ്ങും ആൻറ്റി സബ്മറൈൻ വാർഫെയറിനൊക്കെയാണ് ഫോക്കസ് ചെയ്തത്. ദെൻ 10th മിത്രശക്തി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബയലാട്രൽ എക്സസൈസ് ആണ്, ആർമിയാണ്. കർണാടകയിലെ ബെൽഗാവിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ മിത്രശക്തി ഫോക്കസ് ചെയ്തത് കൗണ്ടർ ടെററിസം അതുപോലെ തന്നെ പീസ് കീപ്പിങ്ങുമാണ്. ഓക്കെ, ഇനി എടുക്കുകയാണെങ്കിൽ ധർമ്മഗാഡിയൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബയലാട്രൽ എക്സസൈസ് ആണ്. 7th എഡിഷനാണ് ഇപ്പോൾ നടന്നത്. ഉത്തരാഖണ്ഡിലെ ചൗബാട്ടിയിൽ വെച്ചിട്ടാണ് നടന്നത്. ദെൻ മിലൻ 2026 13th എഡിഷനാണ് ഇപ്പോൾ നടന്നത്. 70+ എഡിഷൻ നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ. മൾട്ടിലാറ്ററൽ എക്സസൈസ് ആണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ വെച്ചാണ് നടന്നത്. INS വിക്രാന്ത് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സഞ്ചശക്തി 1st എഡിഷനാണ് ഇപ്പോൾ നടന്നത്. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സഞ്ചശക്തിയുടെ ആദ്യ എഡിഷനാണ് നടന്നത്. ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ സിവിലിയൻസും ആയിരുന്നു അതിനകത്ത് പങ്കെടുത്തത്. ഓക്കെ, സിവിലിയൻ ഏജൻസി ആയിരുന്നു അതിനകത്ത് പങ്കെടുത്തത്. ഡൊമസ്റ്റിക് ആണ്, വേറെ രാജ്യങ്ങളൊന്നും ഉള്ളതല്ല. മഹാരാഷ്ട്രയിൽ പൂനെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ഡെസേർട്ട് സൈക്ലോൺ ആണെങ്കിൽ 2nd എഡിഷനാണ് നടന്നത്. ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് UAE ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. UAEയിലെ അബുദാബിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി സൂര്യകിരൺ എടുക്കുകയാണെങ്കിൽ 18th എഡിഷനാണ് നടന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബയലാട്രൽ എക്സസൈസ് ആണ്. ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡിൽ വെച്ചാണ് നടക്കുന്നത്. മിത്രശക്തി നമ്മൾ പറഞ്ഞു, അജയ വാരിയർ നമ്മളിപ്പോൾ പറഞ്ഞു, കൊങ്കൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇൻ MS Word 2019, if you want to select an entire paragraph quickly, which of the following actions should you perform? ഒരു പാരഗ്രാഫ് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ MS Wordൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, പ്രസ് ആൻഡ് ഹോൾഡ് Alt while clicking the paragraph. Right click and choose paragraph from the available menu option. Triple click on any word within the paragraph. Double click anywhere in the paragraph. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക എന്നാണ്. നമ്മളൊരു പാരഗ്രാഫിൽ ഏതെങ്കിലും വേർഡിൽ പോയി ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ MS Word 2019 എന്ത് സംഭവിക്കും? ആ പാരഗ്രാഫ് മൊത്തത്തിൽ എന്ത് സെലക്ട് ആവും? ട്രിപ്പിൾ ക്ലിക്ക് വെച്ചാൽ 3 പ്രാവശ്യം ചേർത്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. വാട്ട് ഹാപ്പൻ ടു ഇന്ത്യസ് പെർ ക്യാപിറ്റ ഇൻകം പോസ്റ്റ് 1991 എക്കണോമിക് റിഫോംസ്? 1991 എക്കണോമിക് റിഫോം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പെർ ക്യാപിറ്റയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. റിമൈൻഡ് സ്റ്റാഗ്നൻറ്റ്, ഒരേപോലെ നിന്നു. റോസ് സിഗ്നിഫിക്കൻ്റ്ലി, ഭയങ്കരമായിട്ട് ഉയർന്നു. ബിക്കെയിം നെഗറ്റീവ്, തിരിച്ച് നെഗറ്റീവിലേക്ക് പോയി. ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. ഇതിൻ്റെ ഉത്തരം റോസ് സിഗ്നിഫിക്കൻ്റ്ലി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉയരാൻ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. 1991 റിഫോംസ് ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നമ്മൾ LPG റിഫോംസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ PV നരസിംഹറാവുവിൻ്റെ സമയത്താണ് ഇത് വരുന്നത്. നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു ഇത്. ഇതെന്ന് പറഞ്ഞാൽ ലൈസൻസ് രാജ് എൻഡ് ചെയ്തു.
അതുപോലെ തന്നെ മാർക്കറ്റ് ഡ്രിവൺ മോഡലിലേക്ക് നമ്മുടെ എക്കണോമിയെ ഷിഫ്റ്റ് ചെയ്തു. ഇതിലൂടെ 30 വർഷം കൊണ്ട് 10 മടങ്ങാണ് നമ്മുടെ ആവറേജ് ഇൻകം ഇൻക്രീസ് ആയെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ നോക്കാം. അതായത് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ എന്ത്, പ്രൈവറ്റൈസേഷൻ എന്ത്, ഗ്ലോബലൈസേഷൻ എന്ന് നോക്കാം. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും റൂൾസും റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ട് അതൊക്കെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, കുറച്ചിട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രികൾക്ക് കൂടുതൽ എന്ത് കൊടുക്കും, ലിബറലാക്കി കൊടുക്കും അവരുടെ ബിസിനസ്. അതിലൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ലൈസൻസ് രാജ്, അതായത് ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കുന്ന പരിപാടി കുറയ്ക്കുക, അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടികൾ റിമൂവ് ചെയ്യുക, ടാക്സ് റേറ്റുകൾ ലോവർ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇതിലൂടെ പ്രൈവറ്റ് എൻ്റർപ്രൈസിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിൻ്റെ റോൾ എന്ത് ചെയ്യും, കുറയ്ക്കും. ഇനി പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കും. അതിലൂടെ എന്ത് ചെയ്യും, അവരത് കൂടുതലായിട്ട്, അതിന് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് അതിനെ പറയുന്നത്. പ്രൈവറ്റ് മീൻസ് നമ്മൾ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളെ ഷെയറുകൾ സെല്ല് ചെയ്ത് പ്രൈവറ്റ് കമ്പനികൾക്ക് ഷെയറുകൾ സെല്ല് ചെയ്യുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യും, എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ ബർഡനും എന്ത് ചെയ്യും, കുറയും. ഇനി ഗ്ലോബലൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഗ്ലോബലി എത്തിക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു ഇതാണ്. അതിലൂടെ എന്താ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൂടുതലായിട്ട് കൊണ്ടുവരിക. അപ്പം ഫോറിൻ ആൾക്കാർ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ടാരിഫുകൾ, ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ടിൻ്റെ ഒക്കെ ആണെങ്കിലും ടാരിഫുകൾ റെഡ്യൂസ് ചെയ്യുക. അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫറുകൾ നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് ഇൻ്റർനാഷണലിലുള്ള മാർക്കറ്റുകളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗുഡ്സുകളൊക്കെ അവിടേക്കും എത്താൻ തുടങ്ങും. ഇനി പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈ ഫോർമുല തന്നെ നോക്കിയാൽ ടോട്ടൽ നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് നമ്മുടെ മുഴുവൻ പോപ്പുലേഷൻ എടുത്തിട്ട് നമ്മുടെ മുഴുവൻ നാഷണൽ ഇൻകം എടുത്തിട്ട് അതിനെ മുഴുവൻ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ആവറേജ് എത്ര ഇൻകം ഉണ്ടാവും എന്ന്, ഒരു ഇയറിൽ എത്ര ഇൻകം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവും. അതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഇനി 1990 മുതൽ 1992 വരെ എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതായത് ഗൾഫ് വാറിൻ്റെ സമയത്ത് ഓയിലിൻ്റെയൊക്കെ പ്രൈസ് കൂടാൻ തുടങ്ങി. അതുപോലെ അത് എന്ത് ചെയ്തു, ഗൾഫ് വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ റെമിറ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ആ കറൻസി അത് കുറയാൻ തുടങ്ങി. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങി. അതുപോലെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് വെറും 2 ആഴ്ചത്തേക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, ഇമ്പോർട്ട് ചെയ്യാനുള്ള 2 ആഴ്ചത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫോറക്സ് റിസർവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ്. അതായത് നമ്മുടെ ഫോറിൻ കറൻസികൾ, നമ്മുടെ രാജ്യത്തുള്ള ഫോറിൻ കറൻസികൾ, അതുപോലെ ഗോൾഡ്, പിന്നെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഒക്കെയാണ് ഈ ഫോറക്സ് എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആയിരിക്കും അത് കീപ്പ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ കറൻസിയുടെ വാല്യൂ അതൊക്കെയാണ്. ഓക്കെ, നമ്മുടെ കറൻസിയുടെ വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയുടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഈ ഒരു മെയിനായിട്ടും ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് നോക്കിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് പ്രധാനമായിട്ട് ഇതിനൊക്കെ പിടിച്ചു നിർത്തുന്നത്, നമ്മുടെ സ്റ്റെബിലിറ്റിയും അതുപോലെ നമ്മുടെ കറൻസിയുടെ വാല്യൂ ഒക്കെ. അത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്കുണ്ട് എങ്കിൽ, അതായത് നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ടൊരു ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോയാൽ അത് തടഞ്ഞു നിർത്താൻ കഴിയുന്നത് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നീഡ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി 1991 ഗോൾഡ് പ്ലെഡ്ജിങ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ കടബാധ്യത നമുക്ക് അടച്ചു തീർക്കാൻ പറ്റാതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 47 ടൺ ഗോൾഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡിലേക്കും കൊടുത്തു, ലോണിന് കൊളാട്രലായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലോൺ എടുത്ത് നമ്മുടെ ഡിഫാൾട്ടുകൾ എന്ത് ചെയ്തു, അടച്ചു തീർത്തു. അപ്പോൾ കൊളാട്രലായിട്ട് 47 ടൺ ഗോൾഡാണ് കൊടുത്തത്. ഇനി ജൂലൈ 1991 LPG റിഫോം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നമ്മൾ നോക്കി. ലൈസൻസ് രാജ്, അതായത് ഗവൺമെൻറ് ലൈസൻസിങ് സിസ്റ്റം എന്ത് ചെയ്തു, കുറച്ചു. അതുപോലെ റുപ്പി ഡിവാലുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യും, നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കും, മനഃപൂർവ്വം കുറയ്ക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നില്ല. ഡിപ്രീസിയേഷൻ ഡിവാലുവേഷൻ തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഡിപ്രീസിയേഷൻ വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു ഗതി അനുസരിച്ച് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഡിവാലുവേഷൻ വെച്ചാൽ നമ്മൾ സ്വയം അതിനെ കുറയ്ക്കുന്നതാണ്. അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടുകൾ കൂടുതൽ എക്സ്പെൻസീവ് ആവാനും അതുപോലെ എക്സ്പോർട്ട് ചീപ്പർ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ് 1990 മുതൽ 2002 വരെ നടന്നത്. അത് ഓരോന്നായിട്ട് നോക്കാം. 95 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പർഷിപ്പ് ഇന്ത്യ എടുത്തു. അതുപോലെ 97 വോളണ്ടറി ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം സ്കീം VDIS എന്ന് പറയും. അതായത് ഇപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണിയൊക്കെ എന്ത് ചെയ്യാം, പുറത്തു കൊണ്ടുവന്നൊരു ഇതാണ്. അതായത് ആൾക്കാർക്ക് വോളണ്ടറിലി എന്ത് ചെയ്യാം, അത് പുറത്ത് പറയാം. പക്ഷേ
പ്രോസിക്യൂട്ട് ചെയ്യത്തില്ല. 30% ടാക്സ് അടച്ചാൽ മതി. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാത്ത പൈസയാണ്. അപ്പോൾ ഈ പൈസകളൊക്കെ പുറത്ത് കൊണ്ടുവരാം. അതിൻ്റെ പേരിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്ത് ചെയ്യണം? 30% ടാക്സ് മാത്രം ആ ബ്ലാക്ക് മണിക്ക് അടച്ചാൽ മതി. അതോടുകൂടി വോളണ്ടറിലി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് മണിയൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി 1999 ഫെമ റീപ്ലേസ്മെൻറ്റ്. ഫെമ എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആയിരുന്നു. അത് റീപ്ലേസ് ചെയ്ത് പുതിയ ആക്ട് വന്നു, ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ദെൻ 2000 IT ബൂം ആൻഡ് Y2K എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. 2000 ആയ സമയത്തൊരു കമ്പ്യൂട്ടർ ബഗ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 1999 കഴിഞ്ഞാണല്ലോ 2000 വരുന്നത്. ഈ 1999 നമ്മൾ 99 ഇപ്പോൾ ഡേറ്റ് ഒക്കെ പറയാൻ നേരത്ത് നമ്മൾ 23/6/99 എന്നൊക്കെ പറയില്ലേ. ഈ 99 എന്നുള്ളത് 2000 ആകുമ്പോൾ എന്ത് സംഭവിക്കും? 00 ആവും. അപ്പോൾ 00 ആകുമ്പോൾ അത് കമ്പ്യൂട്ടറുകൾ 2000 എന്ന് വായിക്കുന്നതിന് പകരം 1900 എന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ബഗ് IT സെക്ടറിലുണ്ടായിരുന്നു. അതൊക്കെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തു? ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഹാൻഡിൽ ചെയ്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകാൻ കഴിഞ്ഞു. അതാണ് 2000 സംഭവിച്ചത്. 2001 ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ വരുവാണ്. നമ്മുടെ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കട്ടയെ കണക്ട് ചെയ്യുന്ന ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ മാസീവ് ഹൈവേ പ്രോജക്റ്റ് വരുവാണ്. 2003-2008 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 8 നിന്ന് 9% ഭയങ്കരമായിട്ട് ഗ്രോത്ത് റേറ്റ് കൂടി. അതുപോലെ തന്നെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2003 കൊണ്ടുവന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൺട്രിയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ആക്റ്റാണ്. ദെൻ സർവീസ് ബൂം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ബാക്ക് ഓഫീസ് ഓഫ് ദ വേൾഡ് ആയി മാറുകയാണ്. അതായത് നമ്മുടെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് വെച്ചാൽ നമ്മൾ കൂടുതൽ സർവീസുകളാണ് സെല് ചെയ്യുന്നത്. മറ്റ് പുറത്തുള്ള രാജ്യങ്ങളുടെയൊക്കെ സർവീസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സെല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാക്ക് ഓഫീസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഇനി സെസ് ആക്ട് 2005 എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് ഫ്രീ എൻക്ലേവ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ്സിനൊക്കെ ടാക്സ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കൊണ്ടുവന്നു. ദെൻ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005 എല്ലാവർക്കും അറിയാം. 100 ദിവസത്തെ ഉറപ്പായ ജോലി, ശമ്പളത്തോടു കൂടിയുള്ള ജോലി എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിനും ഒരു വർഷം 100 ദിവസം ഉറപ്പായിട്ടും കിട്ടും. അതാണ് MGNREGA എന്ന് പറയുന്നത്. ഇനി 2008-2013 എന്തൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2008 ഗ്ലോബൽ ക്രാഷ് ഉണ്ടായി. അത് നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്ത്യക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ സ്റ്റിമുലസ് പാക്കേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഇവിടുത്തെ സ്പെൻഡിങ്ങുകൾ, അതുപോലെ ലോൺ കൊടുക്കുന്നത്, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി, പൈസ ഒരുപാടായിട്ട് എക്കണോമിയിൽ ഇറങ്ങി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലസ് പാക്കേജുകൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT 2013 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, ബാങ്ക് അക്കൗണ്ടുകളുടെ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് DBT തുടങ്ങി. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറപ്ഷൻസ് ഒക്കെ, അതുപോലെ ലീക്കേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരാളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് വഴിയൊക്കെ നമ്മുടെ കയ്യിലേക്ക്, ആൾക്കാരുടെ കയ്യിലേക്കൊക്കെ പൈസ എത്തുമ്പം ചിലപ്പം അവർ കുറച്ച് എടുക്കുകയും അങ്ങനെയൊക്കെ കറപ്ഷൻ നടക്കും അവിടെ. അപ്പോൾ ആൾക്കാർക്ക് ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല പൈസയിൽ. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരൊന്നും വന്നിട്ട് എന്ത് ചെയ്യത്തില്ല, പൈസ കൊണ്ടുപോകത്തില്ല. ഇനി ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫുഡ് ഗ്രെയിൻസുകൾ സബ്സിഡൈസ് ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 2/3 ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷനാണ് ആ സബ്സിഡി കിട്ടാൻ തുടങ്ങിയത്. ഇനി 2014-15 കാലഘട്ടം എടുക്കുകയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ 2014 വന്നൊരു ഇതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാനുഫാക്ചർ ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ് ആക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം. അതുപോലെ PM ജൻ ധൻ യോജന 2014 അതെന്താണെന്ന് വെച്ചാൽ അഗൈൻ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഇന്ത്യൻസിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു പദ്ധതിയായിരുന്നു PM ജൻ ധൻ യോജന എന്ന് പറയുന്നത്. ഇനി നിതി ആയോഗ് അറിയാമല്ലോ. നിതി ആയോഗ് 2015 എന്തിനാണ്? 65 വർഷം കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ, 5 ഇയർ പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടുവന്നതാണ് നിതി ആയോഗ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മുടെ കൺട്രിയുടെ വളർച്ചയെ ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിതി ആയോഗ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ യു പ്രസ് F5 ഇൻ MS PowerPoint 2019? MS PowerPointൽ F5 ഞെക്കിയാൽ എന്ത് സംഭവിക്കും? ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്ലൈഡ് ഷോ ബിഗിനിങ്ങിൽ നിന്ന് ആദ്യത്തെ സ്ലൈഡ് ഏതാണോ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്
ഓക്കെ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ലൈഡ് ആയിരിക്കത്തില്ല. ആദ്യത്തെ സ്ലൈഡ് ഏതാണോ ആ സ്ലൈഡിൽ നിന്ന് എന്ത് തുടങ്ങും? പവർ പോയിന്റ് പ്രസന്റേഷൻ തുടങ്ങും. വിച്ച് എലമെന്റ് ഓഫ് ദ MS Excel ഇന്റർഫേസ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ കറന്റ്ലി ആക്റ്റീവ് സെൽ ഓർ ദ സെലക്ടഡ് റേഞ്ച് ഓഫ് സെൽ? നമ്മൾ കറന്റ്ലി ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ല് അല്ലെങ്കിൽ സെലക്ടഡ് റേഞ്ച് ഓഫ് സെല്ലിനെ നെയിം കാണിക്കുന്ന MS Excelലെ ഏത് എലമെന്റ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, നെയിമിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉത്തരം നെയിം ബോക്സ് ആണ്. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ MS Excelന്റെ ഇന്റർഫേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലുള്ളതാണ് ടൈറ്റിൽ ബാർ. ഓക്കെ, ഇതിനാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ടൈറ്റിൽ ബാറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് നമ്മുടെ റിബൺ ഉണ്ട്. റിബണിൽ നമുക്ക് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, അതുപോലെ തന്നെ ഈ ഓരോ ടാബിലും ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അതിന് തൊട്ട് താഴെ വരുന്നതാണ് നമ്മുടെ ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർമുല ബാറിലാണ് നമ്മൾ ഇപ്പോൾ ഒരു സെല്ല് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ഈ സെല്ലിനകത്ത് നമ്മൾ എന്തെങ്കിലും ഫോർമുലയൊക്കെ ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുവാണെങ്കിൽ, ഫോർമുല തന്നെ ആവണമെന്നില്ല, ആ ഫോർമുലകളും അതുപോലെ തന്നെ കണ്ടന്റുകളൊക്കെ ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നെയിം ബോക്സ്, നമ്മൾ എപ്പോഴത്തെ ക്വസ്റ്റിനിൽ ചോദിച്ച നെയിം ബോക്സ് എന്ന് വെച്ചാൽ ഇവിടെയാണ് വരുന്നത്. ഇതാണ് നെയിം ബോക്സ്. നമ്മൾ കറന്റ് ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലിനെ നെയിമാണ് കാണിക്കുന്നത്, A1 എന്ന് കാണിക്കും. അതുപോലെ റോ ഹെഡേഴ്സ് ഇവിടെ ഉണ്ട്, കോളം ഹെഡേഴ്സ് ഇതാ ഇവിടെ ഉണ്ട്. ഇത് നോക്കണ്ട, റോ ഹെഡേഴ്സ്, കോളം ഹെഡേഴ്സ് ഉണ്ട്. ദെൻ വർക്ക്ഷീറ്റ് എന്ന് വെച്ചാൽ ഈ മൊത്തം ഏരിയ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ. ദെൻ അതിൻ്റെ താഴെയാണ് നമ്മുടെ ഷീറ്റ് ടാബ്സ് അല്ലെങ്കിൽ നാവിഗേഷൻ ഉള്ളത്. ഇതിലൂടെ നമുക്ക് ഓരോ ഷീറ്റുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഏറ്റവും താഴെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് കട്ടുകൾ എടുക്കാൻ പറ്റും. അതുപോലെ മോഡ്, ഇതാ പല മോഡുകളുണ്ട്, 3 മോഡുകളുണ്ട്. ഈ മോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ്. ഇനി പവർ പോയിന്റ് ഒരു ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാർ ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. അവിടെയൊക്കെയാണ് സേവ്, അൺഡു, റീഡു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ദാ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, ഇത് പവർ പോയിന്റ് മാത്രമുള്ളതാണ് ഈ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് എന്ന് പറയുന്നത്. അതിന് താഴെ എന്തുണ്ട്? റിബൺ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ റൂളേഴ്സ്, ഇവിടെ റൂളേഴ്സ് ചില സമയത്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിടാൻ പറ്റും. ഇവിടെ റൂളേഴ്സ് കാണാറുണ്ട്. അതിൻ്റെ താഴെ മെയിൻ സ്ലൈഡ് പെയിൻ, നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണ് സ്ലൈഡ് പെയിൻ ഉണ്ട്, നമുക്ക് സ്ലൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ദെൻ ഇവിടെ ആയിട്ട് നമ്മുടെ നോട്ട്സ് പെയിൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ സ്ലൈഡിൽ എന്തെങ്കിലും ഒരു നോട്ട് എഴുതി വെക്കണം പറയാൻ വേണ്ടിയിട്ട്, എങ്കിൽ ആ നോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വയ്ക്കാം. ദെൻ ഏറ്റവും താഴെ നേരത്തെ പോലെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? മോഡുണ്ട്, സൂം ഉണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്. ഇനി MS വേർഡിൻ്റെ ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ എന്തുണ്ട്? ടൈറ്റിൽ ബാർ ഉണ്ട്, സൈഡിലായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. അതിൻ്റെ താഴെ എന്തുണ്ട്? റിബൺ, ഇതാണ് റിബൺ ഉണ്ട്. റിബണിൻ്റെ താഴെ ഇവിടെ റൂളേഴ്സ് ഉണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട് റൂളേഴ്സ് ഉണ്ട്. ദെൻ ഇവിടെ നാവിഗേഷൻ പെയിൻ ഉണ്ട്, അതിലാണ് നമ്മുടെ ഹെഡിങ്സ്, പേജസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. ദെൻ മെയിൻ ഡോക്യുമെൻറ്റ് പെയിനിലാണ് നമ്മൾ എഴുതുന്നത്, നമ്മളെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് റൂളേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഏറ്റവും താഴെ നമ്മുടെ സ്റ്റാറ്റസ് ബാറാണുള്ള, അവിടെ നമുക്ക് മറ്റ് ഇതിൽ രണ്ടിലും നമ്മൾ കാണാത്ത, എക്സലിലും പവർ പോയിന്റിലും കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സൂമും ഷോർട്ട് കട്ടൊക്കെ എല്ലായിടത്തും ഉണ്ട്, മോഡും ഉണ്ട്. അതല്ലാതെ പേജ് കൗണ്ട്, വേർഡ് കൗണ്ട്, ലാംഗ്വേജ് ഒക്കെ MS വേർഡിൽ കാണിക്കും. ഓക്കെ, ഇത്രയാണത്. ആനമുടി, ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ, ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ട്രൈ ജംഗ്ഷൻ ഓഫ് വിച്ച് 3 ഹിൽ റേഞ്ചസ്? ഏതൊക്കെ 3 ഹിൽ റേഞ്ചുകളുടെ ട്രൈ ജംഗ്ഷനിലാണ് ആനമുടി ഉള്ളതെന്നാണ് ചോദ്യം. മഹാദിയോ ഹിൽസ്, മൈക്കൽ റേഞ്ച്, രാജിപ്ല ഹിൽസ്, രാജ്മഹൽ ഹിൽസ്, ഗാരോ ഹിൽസ്, കാസി ഹിൽസ്, നീലഗിരി ഹിൽസ്, വെസ്റ്റേൺ ഗഡ്സ്, ഈസ്റ്റേൺ ഗഡ്സ്, ആനമലൈ റേഞ്ച്, കാടമോ ഹിൽസ്, പളനി ഹിൽസ്. നമുക്കറിയാം ഈ മൈക്കല, മഹാദിയോ ഒക്കെ ഉള്ളത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ആ റീജിയനിലാണ്. ഓക്കെ, നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂവിലെ ഡെക്കാൻ പ്ലാറ്റ്യൂ റീജിയനിലൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. ഇനി രാജ്മഹൽ ഹിൽസ് ആണെങ്കിലും നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂവിൻ്റെ നോർത്തേൺ ബോർഡറൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നുമല്ല. ആനമല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കിടക്കുകയാണ്. ഇനി നീലഗിരി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നീലഗിരി, വെസ്റ്റേൺ ഗഡ്സ്, ഈസ്റ്റേൺ ഗഡ്സ് നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതല്ല. ഇതിൻ്റെ ഉത്തരം ആനമലൈ റേഞ്ച്, കാടമം ഹിൽസ്, പളനി ഹിൽസ് ആണ്. ഓക്കെ, ആനമലൈ റേഞ്ച്, കാടമം ഹിൽസ്, പളനി ഹിൽസ് ആണ്. നമുക്കതൊന്ന് നോക്കാം. നമ്മുടെ ഇടുക്കി ആ ഒരു റീജിയനാണിത് എന്ന് പറയുന്നത്. നോർത്ത് നിന്ന് നമ്മുടെ ആനമലൈ ഹിൽസ് ഇങ്ങനെ വരും. ഈസ്റ്റ് നിന്ന് നമ്മുടെ പളനി ഹിൽസ് ഇങ്ങനെ വരും. സൗത്ത് നിന്ന് നമ്മുടെ കാടമം ഹിൽസ് ഇങ്ങനെ വരും. ഇതെല്ലാം കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മുടെ ഹയസ്റ്റ് പീക്കാണ് സൗത്ത് ഇന്ത്യയിലെ ആനമുടി പീക്ക്. 2695 മീറ്ററാണ് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. 2695 മീറ്റർ. നമുക്ക് ഓരോ സ്റ്റേറ്റുകളിലെയും ഹയസ്റ്റ് പീക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. സിക്കിമിലെ ഹയസ്റ്റ് പീക്കാണ് കാഞ്ചൻജംഗ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കുമാണ്. ഓക്കെ, 85-86 കാഞ്ചൻജംഗയുടെ ഹൈറ്റ്. കംപ്ലീറ്റ്ലി ഇത് ഇന്ത്യയിലല്ല കിടക്കുന്നത്. ഇത് ഇന്ത്യയിലും എന്താണ് നേപ്പാളിലും കൂടെ ആയിട്ട്, ഇന്ത്യ നേപ്പാൾ ആ ഒരു സിക്കിം നേപ്പാൾ ബോർഡറിലായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പം കുറേ ഭാഗം നേപ്പാളിലും കൂടെയാണ്.
കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നന്ദാദേവി പറയണം. ഓക്കെ, നന്ദാദേവിയാണ് കംപ്ലീറ്റ്ലി ആ റേഞ്ച് മൊത്തത്തിൽ ഇന്ത്യയിലാണ് കിടക്കുന്നത്. കാഞ്ചൻജംഗ എന്ന് വെച്ചാൽ തേർഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് ആണ് K2, മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ, കാരക്കോരം റേഞ്ചിലാണ് കിടക്കുന്നത്. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അല്ല, ഇന്ത്യ പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ മതി. പാക് ഒക്കുപൈഡ് കാശ്മീർ റീജിയനിലാണ് K2 കിടക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് അറിയാം മൗണ്ട് എവറസ്റ്റ് 88-48 മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ്. K2 ആണെങ്കിൽ 86-11. ഓക്കെ, ഇനി ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ഉള്ളത്. 78-16 ഗാർവാൽ ഹിമാലയാസിലാണ്. ഈ ഗാർവാൽ ഹിമാലയ റീജിയനിലാണ് കിടക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഹയസ്റ്റ് പീക്കാണ് റിയോ പുർഗിൽ 68-16 വെസ്റ്റേൺ ഹിമാലയയിലാണ് കിടക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ഹയസ്റ്റ് പീക്കാണ് കാങ്ഡോയ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 70-90 എലിവേഷൻ, ഈസ്റ്റേൺ ഹിമാലയയിലാണ് കിടക്കുന്നത്. ദെൻ നാഗാലാൻഡിലെ ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് സറമാട്ടി, 38-41 എലിവേഷൻ, നാഗ ഹിൽസിലാണ് കിടക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഹയസ്റ്റ് പീക്കാണ് സന്ദാക്ഫു, 36 എലിവേഷൻ, സിംഗലില റിഡ്ജിലാണ് ഇത് കിടക്കുന്നത്. മണിപ്പൂരിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് ടെമ്പു, 29-94 എലിവേഷൻ, സേനാപതി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ നോക്കിയ ആനമുടി 26-95 വെസ്റ്റേൺ ഗഡ്സിലാണ്, സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കാണ്. ദെൻ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ദോഡാബെട്ട 26-37 എലിവേഷൻ, നീൽഗിരി ഹിൽസിലാണ് ഇത് കിടക്കുന്നത്. മിസോറാമിലെ നോക്കുകയാണെങ്കിൽ ഫാങ്പൂയുടെ എലിവേഷൻ വന്നിട്ട് 21-65 ബ്ലൂ മൗണ്ടൻസിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇനി മേഘാലയയിലെ നോക്കുകയാണെങ്കിൽ ഷിലോങ് പീക്കാണ്, 19-65 എലിവേഷൻ, ഖാസി ഹിൽസിലാണ് വരുന്നത്. മേഘാലയയിലാണ് ഖാരോ ഖാസി ജയന്തിയൊക്കെ ഉള്ളത്. ഓക്കെ, അതിലെ ഖാസി ഹിൽസിൽ. ആസാമിലെ ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് തുംജാങ്, 18-60 എലിവേഷൻ, ദിമ ഹസോ ചച്ചർ ഹിൽസിലാണ് ഇത് കാണപ്പെടുന്നത്. കർണാടകയിലെ ഹയസ്റ്റ് പീക്കാണ് മുല്ലയാനഗിരി, 19-25 എലിവേഷൻ, ബാബ ബുദംഗിരി റേഞ്ചിലാണ് ഇത് കാണപ്പെടുന്നത്. രാജസ്ഥാനിലെ അറിയാലോ ഗുവാർ മോത്തി അല്ല, ഗുരു ഷിക്കാറാണ് ഹയസ്റ്റ് പീക്ക്, നമ്മുടെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്നത്. 17-22 ഇതിൻ്റെ എലിവേഷൻ, ആരവല്ലി റേഞ്ചിലാണ്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് അർമാഖണ്ഡ, നമ്മളിതിനും പഠിച്ചിട്ടുണ്ട്. 16-80 എലിവേഷൻ, ഈസ്റ്റേൺ ഗഡ്സിലാണ്. ഒഡീഷയിലെ ഹയസ്റ്റ് പീക്കാണ് ദിയോമാലി, 16-72 ഈസ്റ്റേൺ ഗഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ഹയസ്റ്റ് പീക്കാണ് കൽസുബായി, 16-46 ഹൈറ്റ്. ദെൻ വെസ്റ്റേൺ ഗഡ്സിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ ഗഡ്സ് ഈസ്റ്റേൺ ഗഡ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം ലെഫ്റ്റിൽ കിടക്കുന്ന സ്റ്റേറ്റുകളെല്ലാം വെസ്റ്റേൺ ഗഡ്സ് ആയിരിക്കും, റൈറ്റിൽ കിടക്കുന്ന ഈസ്റ്റേൺ ഗഡ്സ് ആയിരിക്കും. ആരവല്ലി റേഞ്ച്, രാജസ്ഥാനിലെ ആരവല്ലി റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ഹൈറ്റൊക്കെ പഠിച്ചു വയ്ക്കാനായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. അത് കാണാതെ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വഴി. ജാർഖണ്ഡിലാണെങ്കിൽ പരസ്നാഥാണ്. ഓക്കെ, 13-66 ഹൈറ്റ്, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റീവിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ പരസ്നാഥ് എന്ന പേരൊക്കെ കിട്ടിയത് നമ്മുടെ പാർശ്വനാഥ് എന്ന് പറയുന്ന ജെയിൻ തീർത്ഥങ്കരയുടെ പേരിൽ നിന്നാണ്. ഓക്കെ, 23rd ജെയിൻ തീർത്ഥങ്കരായിട്ടുള്ള പാർശ്വനാഥ് എന്നാണ് ഈ പേരൊക്കെ കിട്ടുന്നത്. ഓക്കെ, ദെൻ മധ്യപ്രദേശിലെ ഹയസ്റ്റ് പീക്കാണ് ധൂപ്കട്ട്, 13-50 എലിവേഷൻ, സത്പുര റേഞ്ചിലാണ് കാണപ്പെടുന്നത്. ഛത്തീസ്ഗഡിലെ ഹയസ്റ്റ് പീക്കാണ് ഗൗർലത, 12-25 എലിവേഷൻ, ബൈലദില റേഞ്ചിലാണ് കാണപ്പെടുന്നത്. ദെൻ ഗുജറാത്തിലെ ഹയസ്റ്റ് പീക്കാണ് ഗിർനാർ, 11-45 ഹൈറ്റ്, ഗിർനാർ ഹിൽസിലാണ് കാണപ്പെടുന്നത്. ഇനി ഗോവയിൽ നോക്കുകയാണെങ്കിൽ സൊൻസൊഗാർ, 10-22 എലിവേഷൻ, വെസ്റ്റേൺ ഗഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിലെ ഹയസ്റ്റ് പീക്കാണ് കറോ പീക്ക്, 14-67 എലിവേഷൻ, മോർണിംഗ് ഹിൽസ് അല്ലെങ്കിൽ ശിവാലിക് ഫുട്ട് ഹിൽസിലെ മോർണിംഗ് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാനയിലെ ഹയസ്റ്റ് പീക്കാണ് ധോളിഗുട്ട, 965 എലിവേഷൻ, ഡെക്കാൻ പ്ലാറ്റ്യൂവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ഹയസ്റ്റ് പീക്കാണ് അംസോട്ട് പീക്ക്, 987 എലിവേഷൻ, ശിവാലിക് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ത്രിപുരയിലെ ഹയസ്റ്റ് പീക്കാണ് ബെറ്റ്ലിംഗ് ചിപ്പ്, 930 എലിവേഷൻ, ജെയിംപൂയ് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിലെ ഹയസ്റ്റ് പീക്കാണ് സോമേശ്വർ ഫോർട്ട്, 880 എലിവേഷൻ, ശിവാലിക് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ലഡാക്കിലെ ഹയസ്റ്റ് പീക്കാണ് സൽത്തോരോ കാങ്ക്രി, 7742 ഹൈറ്റ്, കാരക്കോരം റേഞ്ചിലാണ് കിടക്കുന്നത്. ഓക്കെ, ഈ കാരക്കോരം, സസ്കർ, കൈലാഷ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ് ഹിമാലയയിലാണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്ലാസ്സിൽ നോക്കാം, അതിലെല്ലാം പറഞ്ഞു പോവാം. ഓക്കെ, ജമ്മു കാശ്മീരിലെ ഹയസ്റ്റ് പീക്കാണ് നൻ പീക്ക്, 71-35 എലിവേഷൻ,
യൂണിയൻ ടെറിട്ടറിയിലെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ദൈനൻ പീക്കാണ്. ഓക്കെ, 71-35. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയയിൽ. ഓക്കെ, 77-42 ലഡാക്കിലുണ്ട്, ബട്ട് യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയയിൽ നൻ പീക്കാണ് ഏറ്റവും ഹയസ്റ്റ്. ഇനി ആൻഡമാൻ നിക്കോബാറിലെ ഹയസ്റ്റ് പീക്കാണ് സാഡൽ പീക്ക്, 732 നോർത്ത് ആൻഡമാനിലാണ് കിടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോർത്ത് ആൻഡമാനിലാണ് കിടക്കുന്നത്. ദെൻ ഡൽഹിയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് ഡെഹ്രി, 315 മീറ്റർ ഹൈറ്റ്, ലൊക്കേറ്റ് ഓൺ ദ ഡൽഹി റിഡ്ജ്. ലക്ഷദ്വീപ് അഗത്തി ഐലൻഡ് ആണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അത് വളരെ കുറവാണ്, 15 മീറ്ററാണ് ഹൈറ്റ്. ഏറ്റവും എനിക്ക് തോന്നുന്ന ഹൈറ്റ് കുറഞ്ഞ ഒരു പീക്കാണ്, കാരണം ലക്ഷദ്വീപ് അത്രയ്ക്കും എന്താണ് സീ ലെവലിൽ ചേർന്നാണ് കിടക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ റെയിൻ ഷാഡോ റീജിയൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ റെയിൻ ഷാഡോ റീജിയനിൽ കാണപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം പൂനെയാണ്. ബട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുംബൈ, ഗോവ, ഈ ഒരു റീജിയൻ, കൊച്ചിയൊക്കെ എന്താണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് കൊച്ചിൻ ഗോവയൊക്കെയാണ്. കൊച്ചിനും ഗോവയൊക്കെ എടുക്കുകയാണെങ്കിൽ, മുംബൈ എടുക്കുകയാണെങ്കിലും ഒക്കെ ഇത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ വിൻഡ് വേർഡ് സൈഡിലാണ് കിടക്കുന്നത്, അതായത് മഴ പെയ്യുന്ന സൈഡിലാണ്. എന്നാൽ പൂനെ ആണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ലീവേർഡ് സൈഡിലാണ്, അഥവാ റെയിൻ ഷാഡോ റീജിയനിലാണ് കിടക്കുന്നത്. പൂനെയൊക്കെ കറക്റ്റാണ്. ബട്ട് ഷിലോങ് ദാ ഇവിടെ ആയിട്ട് വരും. ഈ ഷിലോങ് എടുക്കുകയാണെങ്കിലും മേഘാലയയുടെ ക്യാപിറ്റലാണ്. ഓക്കെ, ഷിലോങ് എന്ന് പറയുന്നത്. ഈ ഷിലോങ് എടുക്കുകയാണെങ്കിൽ ഷിലോങ്ങും നമ്മുടെ ഖാസി ഹിൽസിൻ്റെ റെയിൻ ഷാഡോ റീജിയനിലാണ് ഇത് കിടക്കുന്നത്, ഷിലോങ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ നമ്മുടെ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്ന ഉത്തരം പൂനെയാണ്. ഷിലോങ് എടുത്താലും ഷിലോങ് ഒരു റെയിൻ ഷാഡോ റീജിയനിലാണ് കിടക്കുന്നത്. മൺസൂൺ വരുന്ന സമയത്ത് ഖാസി ഹിൽസിൻ്റെ റെയിൻ ഷാഡോ റീജിയനിലാണ്. ബട്ട് ഇതിൻ്റെ ഉത്തരം പൂനെയായിട്ടാണ് കിടന്നത്. അപ്പോൾ സിറ്റീസ് എന്ന് ചോദിച്ചേക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പ്രധാനമായി നോക്കുമ്പോൾ പൂനെയാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പൂനെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും പൂനെ ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നാലും ഷിലോങ് കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിയോഗ്രഫിക് സബ് ഡിവിഷൻ ഓഫ് ദ നോർത്തേൺ പ്ലെയിൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നോർത്തേൺ പ്ലെയിൻസിലെ ഒരു ഫിസിയോഗ്രഫിക് സബ് ഡിവിഷൻ അല്ലാത്തതിലെ എന്നാണ് ചോദ്യം. ഓക്കെ, ടെറായി, ബങ്കർ, ഖാദർ, വിന്ധ്യ പ്ലാറ്റു. വിന്ധ്യ പ്ലാറ്റു എന്തിലുള്ളതല്ല? നോർത്തേൺ പ്ലെയിനിലുള്ളതല്ല. നമ്മൾ പറഞ്ഞു വിന്ധ്യ പ്ലാറ്റു ഒക്കെ നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ്സിലൊക്കെ വരുന്നതാണ്. ഡെക്കൻ പ്ലാറ്റു, നമ്മുടെ പെനിൻസുലർ പ്ലാറ്റുയുടെ തന്നെ സെൻട്രൽ ഹൈലാൻഡ്സ്, ഡെക്കൻ പ്ലാറ്റു, ആ സെൻട്രൽ ഹൈലാൻഡ്സിൽ വരുന്നതാണ് ഇന്ത്യൻ പ്ലാറ്റു ഒക്കെ. നമ്മൾ നോർത്തേൺ പ്ലെയിൻസ് പഠിക്കുന്ന സമയത്ത് ഈ അതിൻ്റെ 4 സബ് ഡിവിഷൻസ് പഠിക്കും. ടെറായി, ബങ്കർ, ഖാദർ ആൻഡ് ഇവിടെ ഉണ്ട് ബാബർ, ടെറായി, ബങ്കർ, ഖാദർ. ഇതാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. ബാബർ എന്ന് വെച്ചാൽ നമ്മുടെ ശിവാലിക് ഫൂട്ടിൽസിനോട് ചേർന്ന് നടക്കുന്ന ഒരു നാരോ ബെൽറ്റാണ്. 8 മുതൽ 16 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് മൊത്തം പെബിൾസ് ആണ്. ഇവിടെ വെച്ച് റിവർ ഈ പെബിളിൻ്റെ അടിയിലൂടെ ഒഴുകുന്നതുകൊണ്ട് തന്നെ റിവർ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. ദെൻ ടെറായിൽ വെച്ച് ഇത് റിവറുകൾ എന്ത് ചെയ്യും? വീണ്ടും റീഅപ്പിയർ ചെയ്യും. ബാബറിന് സൗത്തായിട്ടാണ് വരുന്നത്. മാർഷി ആൻഡ് ഡാംബാണ്. ഫോറസ്റ്റ് റീജിയൻ, തിക്ലി ഫോറസ്റ്റഡ് റീജിയൻ ആണ്. നല്ല വൈൽഡ് ലൈഫിൻ്റെ നല്ല ഡൈവേഴ്സിറ്റി ടെറായി റീജിയനിലുണ്ട്. ദെൻ ബങ്കർ എന്ന് വെച്ചാൽ ഓൾഡ് അലൂവിയമാണ്. ഇതിനകത്ത് കങ്കർ എന്ന് പറയുന്ന കാൽക്കേറിയസ് ഡെപ്പോസിറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബങ്കർ അത്ര ഫെർട്ടൈലല്ല. ഇത് കാണപ്പെടുന്ന എന്താണ് ഫ്ലഡ് ലെവലുകളിലൊക്കെയാണ്. ഓക്കെ, ഫ്ലഡ് ലെവലിന് മുകളിലായിട്ട്, അതായത് നമ്മുടെ റിവറുകൾ കരകവിഞ്ഞ് ഒഴുകുമ്പം ഒരു ഫ്ലഡ് ലെവൽ ഉണ്ടാവുമല്ലോ, അതിന് മുകളിലായിട്ടാണ് ബങ്കർ കാണപ്പെടുന്നത്. ദെൻ ഖാദർ അല്ലെങ്കിൽ ഖാദർ എന്ന് പറയുന്നത് ന്യൂ അല്ലെങ്കിൽ യങ്ങർ അലൂവിയാണ്. ഇത് എല്ലാ വർഷവും എന്ത് ചെയ്യും? റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഫ്ലഡ് വരുമ്പം റിവർ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ ഫ്ലഡ് വരും. അപ്പോൾ ഈ ഒരു ഖാദർ റീജിയൻ എന്ത് ചെയ്യും? വീണ്ടും ഫെർട്ടൈൽ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് അഗ്രികൾച്ചറിന് ഏറ്റവും ബെസ്റ്റ് റീജിയനാണ്. ഓക്കെ, ഇനി ജിയോഗ്രഫിക്കൽ സബ് ഡിവിഷൻ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഒന്ന് നോക്കുവാണെങ്കിൽ പഞ്ചാബ് പ്ലെയിൻസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ പാർട്ടിലാണ് വരുന്നത്. എന്താണ് ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറികളും കൂടെ, അതായത് ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ നദികളെല്ലാം കൂടെ ഇതിൻ്റെ എല്ലാത്തിനും ട്രിബ്യൂട്ടറി കിടക്കുന്ന ആ ഒരു പ്ലെയിനെയാണ് പഞ്ചാബ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്തും പ്രധാനമായിട്ടും ദോആബുകളാണ് വരുന്നത്. അതായത് 2 നദികൾ ഇപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതിന് രണ്ടിന് ഇടയ്ക്ക് കിടക്കുന്ന ഈ ഒരു റീജിയനെയാണ് എന്തെന്ന് പറയുന്നത്? ദോആബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗംഗാ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൻ്റെ ലാർജസ്റ്റ് പോർഷനാണ്. അത് ഗഗ്ഗർ നദിയുടെയും തീസ്ത നദിയുടെ ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഹരിയാന, ഡൽഹി, യു പി, ബീഹാർ, പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ കുറച്ച് പാർട്ടൊക്കെയാണ് ഈ ഒരു ഗംഗാ പ്ലെയിൻസ് കവർ ചെയ്യുന്നത്. ഇനി അടുത്ത നോർത്തേൺ പ്ലെയിൻസിൻ്റെ മറ്റൊരു ഡിവിഷനാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഈസ്റ്റേൺ പാർട്ടിൽ കിടക്കുന്നതാണ്. വെസ്റ്റേൺ പാർട്ടിൽ പഞ്ചാബ്, നടുക്ക് ഗംഗാ പ്ലെയിൻ, ഏറ്റവും ഈസ്റ്റേൺ പാർട്ടിൽ ബ്രഹ്മപുത്ര. ഇത് മെയിൻലി ആസാമിലാണ് കിടക്കുന്നത്.
ഇതിലാണ് നമ്മുടെ മജൂലി എന്ന് വെച്ചാൽ വേൾഡ്സ് ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ആണ്. മജൂലി ഐലൻഡ് കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്, ബ്രഹ്മപുത്ര പ്ലെയിനിലാണ്. ഓക്കെ, ഈ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.